അവർ പുഴയിലേക്ക് ഒരു നങ്കൂരം കണക്കൊരു സാധനം ഇട്ടിരുന്നു. അത് ആ ഭാഗത്ത് മുഴുവൻ ഒരു തവണ കറക്കി, അത് ആ കറക്കം അതിൻ്റെ ഒരു സർക്കിൾ ആകെ ചുറ്റിയ ശേഷമാണ് അത് വീണ്ടും ആ നാവികൻ താഴേക്ക് പോവുകയും ഇപ്പോൾ കരയിലേക്ക് വരികയും ചെയ്തത്. അദ്ദേഹം അവിടെ നിന്നെന്തോ വലിച്ച് കയറ്റുന്നു എന്ന് തോന്നാവുന്ന മട്ടിൽ അതിൽ വലിക്കുന്നുണ്ട്. അപ്പോൾ വേറെന്തൊക്കെയോ ചില പ്ലാനുകളാണ് ആ ദൗത്യ സംഘത്തിനുള്ളതെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ ഉറപ്പായിട്ടും, കാരണം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആങ്കറിങ്, അതിന്റെ ഒരു പൊസിഷനിങ്, ആ മത്സ്യബന്ധന ബോട്ട് അത് ഏത് രീതിയിൽ പോകണം നടക്കമുള്ള കാര്യങ്ങൾ അതൊന്ന് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആങ്കറിങ് നടത്തിയത്. അതിനുശേഷം ഇവർ പ്രധാനമായും പരിശോധിക്കുന്നത് ഈ മൺകൂനയുടെ സ്വഭാവം എങ്ങനെ, താഴേക്ക് പോകുമ്പോൾ മൺകൂനയിൽ സ്വാഭാവികമായും ഒരു മല മൊത്തം കുത്തിയൊലിച്ച് താഴേക്ക് വന്നതാണ്. വീണ്ടും ആ ഡൈവർ ദാ പോകുന്നു. അദ്ദേഹം ഒരു ഇൻഫർമേഷൻ കൈമാറിയിട്ട് വീണ്ടും അദ്ദേഹം നദീപരപ്പിലേക്ക് പോവുകയാണ്. ആ നദീപരപ്പിൽ അദ്ദേഹം വീണ്ടും ഒന്ന് ഡൈവ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും മറ്റൊരു പൊസിഷനിലേക്ക് അദ്ദേഹം മാറി ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചാൽ താഴേക്ക് പോകുമ്പോൾ ഈ ലോറി ചെളിയിൽ പുതഞ്ഞിരിക്കുന്ന സ്ഥലം അത് കണ്ടെത്തുകയാണ് ഏറ്റവും നിർണായകമായ മാർഗ്ഗം. വിജയകുമാർ, ആ ദൗത്യത്തിലേക്ക് നമ്മൾ ഏതാണ്ടൊക്കെ അടുക്കുന്നു എന്നുള്ളതാണ്. ഈശ്വർ മൽപയുടെ സംഘത്തിലെ പ്രധാനപ്പെട്ട ഡൈവറാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ നദിയിൽ ഇറങ്ങിക്കൊണ്ട് പരിശോധന നടത്തുന്നത്. വിജയകുമാർ, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യ കേന്ദ്രത്തിലെ അടുത്തുള്ള ആ മൺകൂമ്പാരത്തിന് സമീപത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണിത്. മുങ്ങൽ വിദഗ്ധൻ 2 തവണ അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കി തിരികെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. നേരത്തെ അദ്ദേഹത്തിന് വിവരങ്ങൾ നൽകി, അദ്ദേഹത്തിൻ്റെ വെള്ളത്തിനടിയിലെ കാര്യങ്ങൾ നിയന്ത്രിച്ച, ചലനങ്ങൾ നിയന്ത്രിച്ച ആ ബോട്ട് ഇപ്പോൾ ഏതോ ഒരു ഭാഗത്ത് ഉറപ്പിച്ചിട്ടുണ്ട്. അത് ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു തരത്തിൽ ഒരു നടപടിയായിരുന്നു ഇതിനോടകം നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. 3ാമത് തവണയും അദ്ദേഹം ജലോപരിതലത്തിന് മുകളിൽ വന്ന ശേഷം താഴേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ഡൈവാണത്. അദ്ദേഹം വീണ്ടും ആഴങ്ങളിലേക്ക് ഊളിയിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇത്തവണ കുറെ കൂടി പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾക്ക് തയ്യാറെടുത്തുകൊണ്ടാണ് അദ്ദേഹം യാത്ര പോയിരിക്കുന്നത്, അല്ലെങ്കിൽ താഴേക്ക് പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജലോപരിതലത്തിലെ ചലനങ്ങൾ നിയന്ത്രിച്ചിരുന്ന ആ ബോട്ട് വേറൊരു പൊസിഷനിലേക്ക് അത് ആങ്കർ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് സേഫായ ഒരു സ്ഥലത്തേക്ക് ആങ്കർ ചെയ്തിട്ടുണ്ട്. കാരണം ആ ബോട്ടിൽ നിന്നാകും അദ്ദേഹത്തിൻ്റെ വെള്ളത്തിനടിയിലെ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളാകെ നിരീക്ഷിക്കുകയും അതാകെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് ആ ബോട്ടിൽ നിന്നാകാം. ആ ബോട്ട് സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് ആങ്കർ ചെയ്തിട്ടുണ്ട്. കാരണം അത് ഒഴുക്കിനെ പ്രതിരോധിച്ച് ആ സ്ഥലത്ത് നിന്നാൽ മാത്രമായിരിക്കും അദ്ദേഹത്തിന് ജലത്തിനടിയിലെ ദൗത്യങ്ങൾ സുഗമമാവുകയുള്ളൂ. അപ്പോൾ ആ നിലയിൽ ആ ബോട്ടിനെ വേറൊരു സ്ഥലത്ത് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഇവിടെ മൺതിട്ടയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവർ താഴെ നിന്നുള്ള വിവരങ്ങൾ അതിനനുസരിച്ച് മുകളിൽ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. വലിയ കയറുകൾ ഒക്കെ വലിച്ച് ഇവിടെ ഭദ്രമാക്കിയിട്ടുണ്ട്. താഴെ പോയിരിക്കുന്ന നാവികൻ്റെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മുങ്ങൽ വിദഗ്ധൻ്റെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. മൽപേ സംഘത്തിലെ ഒരംഗമാണ് ആ ദൗത്യത്തിന് ഇറങ്ങിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ ജില്ലാ കളക്ടർ സംസാരിക്കുമ്പോൾ പറഞ്ഞത് 6.8 നോട്ടാണ് അവിടുത്തെ അടിയൊഴുക്ക്. അത്രയും തീവ്രമായ ഒഴുക്കിൽ ഒരാളെ ദൗത്യത്തിന് അയക്കുക ജില്ലാ ഭരണകൂടത്തിന് അനുമതി നൽകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ ഇത് പ്രത്യേക അനുമതി അദ്ദേഹത്തിൻ്റെ ഈ ഇപ്പോഴത്തെ ദൗത്യത്തിന് കിട്ടിയിട്ടുണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ആ ദൗത്യത്തിന് അദ്ദേഹം തയ്യാറായത് എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഈ ദൗത്യത്തിൽ നിർണായകമായ മണിക്കൂറുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഷഫീദ്, കേൾക്കാമെങ്കിൽ 3ാമത് തവണയും മുങ്ങൽ വിദഗ്ധൻ മൽപേ സംഘത്തിലെ അംഗം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 തവണയും അദ്ദേഹത്തിൻ്റെ ഉദ്യമം വിജയിച്ചു. അതുകൊണ്ടാണ് അതിൻ്റെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ, അല്ലേ? വിജയകുമാർ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സൂചന പുറത്തു വരുന്നുണ്ട്. P4 എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ ഒരു സ്പോട്ട് കൂടിയാണ്. കാരണം ഈ P4ലാണ് ഡ്രോൺ പരിശോധനയിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ ട്രക്കുണ്ടെന്ന സാന്നിധ്യം, അല്ലെങ്കിൽ ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഈ P4ൽ ആ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടടുത്ത നിമിഷം തന്നെ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റു ചില വിഷ്വൽസ്, അതായത് ഡ്രോൺ പരിശോധനാ സംഘത്തിന് പുറത്തുവിടാൻ കഴിയാത്ത ചില വിഷ്വൽസുകൾ ലഭിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിന്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈശ്വർ മാൽപേയും സംഘത്തെയും അതേ പൊസിഷനിൽ ഏതാണ്ട് നദിക്കരയിൽ നിന്നും 132 മീറ്റർ അകലെ ആ മൺകൂനയ്ക്ക് സമീപം ഇപ്പോൾ ബോട്ടുകൾ, പുതിയ രക്ഷാപ്രവർത്തന സംഘം, മത്സ്യത്തൊഴിലാളികൾ,
അവരോടൊപ്പം NDRF സംഘമുണ്ട്. ഇവരടക്കം ആ സ്ഥലം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത്. ഇപ്പോൾ വിജയകുമാർ, നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് അവിടെ ഈ മൺതുരുത്തിന്റെ അല്ലെങ്കിൽ ഈ തുരുത്തിന്റെ ഒരു സ്വഭാവം പരിശോധിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് താഴേക്ക് എങ്ങനെ ആങ്കർ ചെയ്ത് പോകാം. ഒരുപക്ഷെ നേവി ഉദ്യോഗസ്ഥർ മടിച്ചൊരു ഉദ്യമം ഈശ്വർ മാൽപ്പയുടെ സംഘം അവിടെ ചെയ്യുന്നുണ്ട്. അവർ താഴേക്ക് പോകുന്നുണ്ട്. ഇപ്പോഴും 6.7 ആണ്, 6.7 നോട്ടാണ് ഈ പുഴയിലെ അടിയൊഴുക്ക്, ഗംഗാവലി പുഴയുടെ അടിയൊഴുക്ക്. പക്ഷെ ആ അടിയൊഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് മുൻപും ഈശ്വർ മാൽപ്പ് നടത്തിയ ഏതാണ്ട് 20-ലധികം ഓപ്പറേഷൻ, ആ ഓപ്പറേഷനുകൾക്ക് തുല്യമായി അല്ലെങ്കിൽ അതിനൊക്കെ ചലഞ്ചുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഓപ്പറേഷൻ അതിപ്പോൾ ഈ ഗംഗാവലി നദിയിൽ ഈ നിമിഷം നടക്കുന്നുണ്ട്. അതിന്റെ എക്സ്ക്ലൂസീവ് വിഷ്വൽ, ഏറ്റവും അടുത്ത വിഷ്വൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. വിജയകുമാർ, അല്പസമയത്തിനുള്ളിൽ മൂന്നാമത്തെ ഡൈവിനും ശേഷം ഇതിന്റെ സ്വഭാവം, അതായത് ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി താഴേക്ക് പോകുമ്പോൾ എന്തൊക്കെ അവിടെ ഉണ്ട്, അത് ചെളിയാണോ, മണ്ണാണോ, കല്ലാണോ, ഏതൊക്കെ പ്രതലം, ഏതൊക്കെ സർഫസിൽ എങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്നുള്ള കാര്യം ഈ ഡൈവ് ചെയ്ത ആൾക്ക് അത് പറയാൻ കഴിയും. അങ്ങനെ അദ്ദേഹം പുറത്തു കൊണ്ടുതരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ ഡൈവേഴ്സ് അവിടേക്ക് ചാടി ഈശ്വർ മാൽപ്പെ സംഘത്തിലെ കൂടുതൽ ഡൈവേഴ്സ് നദിയിലേക്ക് ഇറങ്ങിക്കൊണ്ടായിരിക്കും. ഇനി വിജയകുമാർ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രക്കിനെ ബന്ധിപ്പിക്കണം. ഒരുപക്ഷെ ഈ ക്രെയിനുകളൊക്കെ ഇങ്ങനെ ഏത് സമയത്തും എന്തത്ഭുതവും സംഭവിക്കാം എന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. ഒന്നിനും ഒരു കുറവ് വരരുതെന്ന കാർവാർ MLA ഇതിനോടകം തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സകല സജ്ജീകരണങ്ങളും നദിക്കരയിൽ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MLA മാർ അല്പസമയത്തിനുള്ളിൽ പക്ഷേ മന്ത്രി മുഹമ്മദ് റിയാസ് കൂടി ഈ അപകട സ്ഥലത്തേക്ക് വന്ന് ഈ അപ്ഡേഷനുകൾ അദ്ദേഹം നേരിട്ട് റിസീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിൽ അപ്ഡേഷൻ പുരോഗമിക്കുകയാണ്. ഈ 12 ദിവസം വിജയകുമാർ, നമുക്കറിയാം വലിയ പേമാരികൾക്കും അതേപോലെ കൊടുങ്കാറ്റിനും നടുവിൽ നമ്മൾ നിന്ന 12 ദിവസത്തിനൊടുവിൽ ഈ 12ാം ദിവസം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള, ഏറ്റവും വൈറ്റലായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് അതാ കടന്നിരിക്കുന്നു റെസ്ക്യൂ സംഘം.